മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യർ പരസ്പരം പോരടിക്കുന്ന ഈ കാലഘട്ടത്താണ് മനുഷ്യത്വം എന്താണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തരികയാണ് ചില നല്ല മനുഷ്യർ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ചിത്രം. തലയിൽ തട്ടമിട്ട ഒരു സഹോദരി, ഹിന്ദുവായ ഒരു അമ്മയെ, ഒരു മാതാവ് എങ്ങനെയാണോ തൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടു കൂടി എടുത്തു കൊണ്ടുവരുന്നത്, അതുപോലെയുള്ള ഒരു ചിത്രമായിരുന്നു അത്. എടുത്തു കൊണ്ടുവരുന്നത് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് സ്വദേശിയായ ഷബാനയായിരുന്നു. അമ്മയുടെ പേര് ചക്കിയമ്മ എന്നും. കണ്ണ് കാണാതെ നടക്കാൻ വയ്യാത്ത ചക്കിയമ്മയെ 6-7 വർഷത്തോളമായി ഷബാനയായിരുന്നു സ്വന്തം ഉമ്മയെപ്പോലെ പരിപാലിച്ചിരുന്നത്. ചക്കിയമ്മയുടെ താമസ സ്ഥലത്ത് പോയി കുളിപ്പിച്ച് വസ്ത്രം മാറി ഭക്ഷണം കൊടുക്കുന്നതും ഷബാനയായിരുന്നു. നമ്മൾ ഓർക്കണം, വർഗീയ വിഷങ്ങൾ ചീറ്റുന്ന ഈ കാലഘട്ടത്താണ് ഇതുപോലെയുള്ള നല്ല മനുഷ്യർ എന്നുള്ളത്. വർഗീയ വിഷങ്ങൾ ചീറ്റുന്നവരാവട്ടെ, അവരുടെ മതസ്ഥരെ പോലും സംരക്ഷിക്കാൻ അവർക്കാവുന്നില്ല. മറ്റുള്ളവർ അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ അവർ അതുകൂടി ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ്. കൊതു ഉറങ്ങുകയില്ല, ഉറങ്ങുന്നവരെ അതിന് അനുവദിക്കുകയുമില്ല എന്ന് പറഞ്ഞതുപോലെ. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട്. തലയിൽ തട്ടമിട്ട മുസ്ലിമായ ഒരു സഹോദരി, ഹിന്ദുവായ ഒരു അമ്മയെ, ഒരു മാതാവ് എങ്ങനെയാണോ തന്റെ കുഞ്ഞിനെ സ്നേഹത്തോടു കൂടി കൊണ്ടുവരിക, അതുപോലെ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു ചിത്രമായിരുന്നു അത്. മലപ്പുറം ചെമ്മാടുള്ള ഷബാന എന്ന സഹോദരിയായിരുന്നു അത്. അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കൊണ്ടുവരുന്ന ആ അമ്മയുടെ പേരാകട്ടെ ചക്കിയമ്മ എന്നാണ്. ജന്മനാ കണ്ണു കാണാത്ത, നടക്കാൻ കഴിയാത്ത ചക്കിയമ്മയെ കഴിഞ്ഞ 6-7 വർഷമായി, അല്ലെങ്കിൽ അതിൽ കൂടുതലായി, സ്വന്തം അമ്മയെ പോലെ പരിചരിക്കുന്നത് ഈ ഷബാനയാണ്. ഒരു അനാഥാലയത്തിന്റെ 4 ചുവരുകൾക്കുള്ളിലല്ല, മറിച്ച് അവരുടെ താമസ സ്ഥലത്ത് പോയി അവർക്ക് ഭക്ഷണം നൽകി, വസ്ത്രം മാറി, അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി തിരികെ പോരുന്ന ഒരു ഉദാത്തമായ സ്നേഹബന്ധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ജാതിയില്ല, മതമില്ല, വർഗീയതയുടെ കറ പുരണ്ടിട്ടില്ല. ഉള്ളത് മനുഷ്യത്വം മാത്രം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്നൊക്കെ. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നത് എന്നും എന്തിനാണ് നാട്ടുകാരെ മൊത്തം ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സമൂഹത്തിൽ തിന്മകളും വർഗീയതയും വിദ്വേഷവും ഒക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, മനുഷ്യനിൽ നിന്ന് അകറ്റുന്ന വാർത്തകൾ കാട്ടുതീ പോലെ പടരുമ്പോൾ, ഇത്തരം നന്മകൾ നമ്മൾ എല്ലാവരും ഉറക്കെ പറയേണ്ടതുണ്ട്. മനുഷ്യത്വം ഇനിയും മരിച്ചിട്ടില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇത്തരം വാർത്തകൾ പുറത്തു വരേണ്ടതുണ്ട്. ഷബാന ചെയ്യുന്നത് ഒരു പുണ്യ പ്രവൃത്തിയാണ്. ജാതിയും മതവും നോക്കാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അവർ പരിചരിക്കുന്നുണ്ട്. നമ്മുടെ നാടും മനുഷ്യരും ഒരുമയോടെ ജീവിക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. മരണം വരെ ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. ഇത്ര മനോഹരമായ ചിന്തയാണത്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് 10-15 വർഷം മുമ്പുള്ള ഒരു ശാന്തമായ കേരളത്തിലല്ല. നമ്മുടെ ചുറ്റും വിദ്വേഷത്തിന്റെ വിഷം ചീറ്റുന്ന മനുഷ്യരുണ്ട്. സമൂഹത്തിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി അതിന് കാത്തിരിക്കുന്ന, കോപ്പുകൂട്ടി നിൽക്കുന്ന ഒരു വലിയ വിഭാഗം നമുക്ക് ചുറ്റുമുണ്ട്. വാ തുറന്നു കഴിഞ്ഞാൽ വർഗീയത മാത്രം പറയുന്ന ശശികലയും കൃഷ്ണരാജിനെ പോലെയുള്ള ആളുകൾ നടത്തുന്ന വർഗീയ പ്രസ്താവനകളും സോഷ്യൽ മീഡിയയിലൂടെ സംഖ്യയിൽ നിരന്തരമായി വർഗീയ വിദ്വേഷങ്ങൾ പറഞ്ഞ് നമ്മുടെ നാടിന്റെ സമാധാനം തകർക്കാൻ എങ്ങനെയാണ് അവർ കാത്തു നിൽക്കുന്നത് എന്ന് നമ്മൾ എല്ലാവരും ദിനംപ്രതി കാണുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഈ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഇത്തരം ആളുകൾക്ക് മറ്റൊരു പ്രവണത കൂടിയുണ്ട്. സ്വന്തം സമുദായത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുകയുമില്ല. ആ സമുദായത്തിൽപ്പെട്ട ആളുകളെ മറ്റാരെങ്കിലും ഒക്കെ സഹായിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആ സഹായിക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ, അതിനെ തടയിടുകയും ചെയ്യുന്ന ഒരു പ്രവണത. അതിനുവേണ്ടി എന്ത് നുണക്കഥകളും പ്രചരിപ്പിക്കാൻ ഇത്തരം ആളുകൾക്ക് യാതൊരുവിധ മടിയുമില്ല. നമുക്ക് നാളെ എങ്ങാനും ഈ ചക്കിയമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്വാഭാവികമായ മരണമോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ വിദ്വേഷ പ്രചാരകർ അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടെത്തിക്കാനും മടിക്കില്ല. അവർ ഉടൻ തന്നെ അതിനെ ഒരു വർഗീയ ആയുധമാക്കി മാറ്റും. ഹിന്ദു സ്ത്രീയെ ജിഹാദികൾ കൊന്നു എന്നോ മതം മാറ്റാൻ ശ്രമിച്ചു എന്നോ ഉള്ള നുണക്കഥകൾ മിനിറ്റുകൾക്കകം സോഷ്യൽ മീഡിയയിൽ പടച്ചുവിടും. നന്മ ചെയ്ത ആ കൈകളെ അവർ വേട്ടയാടും. ഇതാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ഏറ്റവും നഗ്നമായ കൈപ്പേറിയ സത്യമെന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇന്ന് സംഖ്യകൾ ഏറ്റവും കൂടുതലും പ്രയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്.
ഹിന്ദു അപകടത്തിലാണ്, ഹിന്ദുക്കളെ സംരക്ഷിക്കണം, ഹിന്ദുക്കൾക്ക് വേണ്ടി പോരാട്ടം നടത്തണമെന്നൊക്കെ. നാഴേക്ക് 40 വട്ടം മുസ്ലിം വിരോധവും വർഗീയതയും വിളമ്പി തങ്ങളാണ് ഹിന്ദുക്കളുടെ ഏക രക്ഷകരെന്ന ഭാവത്തിൽ ചില ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആളുകൾക്ക് ഹിന്ദുക്കളുടെ സ്നേഹമുണ്ടോ? സ്വന്തം സമുദായത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത, രോഗശയ്യയിൽ കിടക്കുന്ന സാധാരണക്കാരായ ഹൈന്ദവ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ ഈ പറയുന്ന സംഘികൾക്ക് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവരുടെ ഹിന്ദു പ്രേമം എന്നത് കേവലം രാഷ്ട്രീയ ലാഭത്തിനും വോട്ട് ബാങ്കിനും വേണ്ടിയുള്ള ഒരു അടവ് മാത്രമാണ്. നോക്കൂ, ഷബാന എന്ന സഹോദരി, ജന്മനാൽ കാഴ്ചയില്ലാത്ത, നടക്കാൻ കഴിയാത്ത ചക്കിയമ്മ എന്ന വൃദ്ധയായ അമ്മയെ കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായി ജാതിയോ മതമോ നോക്കാതെ സ്വന്തം അമ്മയെ പോലെ കണ്ട് അവരെ പരിചരിച്ചപ്പോൾ ഇതേ നാട്ടിൽ ഹിന്ദുവിന്റെ കാവലാളുകളാണെന്ന് ചമയുന്ന സംഘപരിവാർ നേതാക്കൾ എവിടെയായിരുന്നു? ഈ ചക്കിയമ്മയെ പോലെ എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ നമ്മുടെ നാട്ടിൽ നിരാലംബരായി കിടക്കുന്നുണ്ട്. അവർക്ക് മരുന്ന് വാങ്ങാനോ ഒരു നേരത്തെ ആഹാരം കഴിക്കാനോ വകയുണ്ടാകാറില്ല. അപ്പോഴൊന്നും ഈ പറയുന്ന ഹിന്ദു സംരക്ഷകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇത്തരം ആളുകൾക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ സമയം പോലുമില്ല. നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളികളിൽ നിസ്കാരം നടക്കുന്ന സമയത്ത് അവിടെ പുറത്തൊരു കാഴ്ച കാണാം. നിരാലംബരായ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി, തങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറാൻ വേണ്ടി, തങ്ങളുടെ രോഗത്തിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി സഹായത്തിനായി നിൽക്കുന്ന ഒരു കാഴ്ച. ആ വരുന്ന പാവപ്പെട്ട മനുഷ്യരിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. അതിൽ ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, ഹിന്ദു ഉണ്ട്, അങ്ങനെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി വരുന്ന ആളുകൾ തങ്ങളുടെ കൈവശമുള്ള പൈസ ആ പാവപ്പെട്ട മനുഷ്യരുടെ കൈകളിലേക്ക് മതം നോക്കിയല്ല കൊടുക്കുന്നത്. നേരെ മറിച്ച് പാവപ്പെട്ട മനുഷ്യരെ സഹായിച്ചു കഴിഞ്ഞാൽ അതിന് നാളെ പടച്ചവൻ തനിക്ക് നാളെ വലിയ പ്രതിഫലം നൽകുമെന്നുള്ള ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയ സന്ദേശമാണ് അവരെ കൊണ്ട് അതങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അവിടെ അയൽവാസി എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അയൽവാസി ഏതു മതവിഭാഗത്തിൽപ്പെട്ട ആളുമാവാം, ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, മുസ്ലിം ആകാം, എന്തിന് മതമില്ലാത്തവൻ വരെയാകാം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികത. മനുഷ്യരെ പരസ്പരം സഹായിക്കുന്നത് അത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നേരെ മറിച്ച് മനുഷ്യത്വം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന സമയത്ത് അവനെ സഹായിക്കാനായി ഓടിച്ചെല്ലുന്നത് നീ ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ എന്ന് മതം നോക്കിയല്ല, നേരെ മറിച്ച് തന്നെ പോലെ ഒരു ജീവനാണ്, ഒരു മനുഷ്യനാണ് അവിടെ കിടക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തയിലാണ്. പക്ഷെ ആ ചിന്ത ഇത്തരത്തിൽ മനസ്സിൽ വർഗീയതയും വിദ്വേഷവുമായി നടക്കുന്ന ചില ആളുകൾക്കില്ല എന്നുള്ളതാണ്. വർഗീയത പറഞ്ഞില്ലെങ്കിൽ, മനുഷ്യരെ തമ്മിലടിപ്പിച്ചില്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് ഉറക്കം വരില്ല. മാനവികതയോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും എല്ലാ മതസ്ഥരും തോളോട് തോൾ ചേർന്നുകൊണ്ട് സമാധാനത്തോടുകൂടി ജീവിച്ച് പോട്ടെ എന്നല്ല, മറിച്ച് നിരന്തരം മറ്റു മതസ്ഥരോട് വിദ്വേഷവും വെറുപ്പും വെച്ച് പുലർത്തുന്ന ഒരു ജനവിഭാഗത്തെ ഇവിടെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത്തരം ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നോക്കൂ, ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും വിദ്വേഷം പഠിപ്പിക്കുന്ന ഒന്നല്ല. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പഠിപ്പിച്ച, എല്ലാവരെയും ഉൾക്കൊള്ളാൻ ശീലിച്ച വലിയൊരു സംസ്കാരത്തെയാണ് ഇത്തരം ആളുകൾ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ലാഭത്തിന് വേണ്ടിയും ഒക്കെ വികൃതമാക്കി മാറ്റുന്നത്. ഈ നാട് എന്നും ഒത്തൊരുമയോടുകൂടി ജീവിച്ച നാടാണ്. ഇവിടെ അമ്പലപ്പറമ്പിലെ ഉത്സവത്തിന് മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും വരാറുണ്ട്. പെരുന്നാളിനും ക്രിസ്മസിനും ഹിന്ദുക്കൾ അവരുടെ വീടുകളിൽ പോകാറുണ്ട്. ഈ മനോഹരമായ കെട്ടുറപ്പ് തകർക്കാൻ രാഷ്ട്രീയ ലാഭം മാത്രം നോക്കുന്ന സംഘികൾക്ക് ഒരിക്കലും സാധിക്കില്ല. ഹിന്ദുവിന്റെ പേരും പറഞ്ഞ് വർഗീയത വിളമ്പുന്ന ഇത്തരം ആളുകളുടെ പൊള്ളത്തരം ജനം തിരിച്ചറിയുന്ന കാലം വിദൂരമല്ല. മനുഷ്യത്വം ജയിക്കട്ടെ. ശബാനമാരും ചക്കിയമ്മമാരുമാണ് നമ്മുടെ നാടിന്റെ യഥാർത്ഥ ഐക്യമെന്ന് പറയുന്നത്. ഇവരെ പോലെയുള്ള മനുഷ്യനാണ് നമ്മുടെ മാതൃക. മതത്തിന്റെ മതിലുകൾക്കപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് സാധിക്കണം. അവർക്കിടയിൽ മതിൽ കിട്ടാൻ ആരെയും അനുവദിക്കരുത്. ആ നന്മയെ തകർക്കാൻ കഴുകന്മാരെ പോലെ കാത്തിരിക്കുന്നവർക്ക് ഒരവസരവും ഉണ്ടാക്കി കൊടുക്കരുത്.